കണിമംഗലം ശാസ്താവിനൊപ്പം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീധര കുളശ്ശേരി അമ്പലത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ കണിമംഗലം ശാസ്താവ് എത്തുന്നു. വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ പൂരനാളിൽ വടക്കുന്നാഥൻ ഒന്ന് തൊഴാനായിട്ട് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നു. തീർച്ചയായിട്ടും നോക്കൂ, നമ്മൾ ഇപ്പൊ തെക്കേ ഗോപുരടയിൽ ആലസ്യമാണെങ്കിൽ ഇവിടെ ഉണർവാണ്. രാവിലെ തന്നെ ഇതാ വടക്കുന്നാഥൻ ഉണർന്ന് എല്ലാവർക്കും ദർശനം കൊടുത്ത് ആളുകളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇനി കാത്തിരിപ്പാണ്, കണിമംഗലത്തിന്റെ പൂരത്തിലുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ പൂര വിളംബരം ഇന്നലെ കഴിഞ്ഞെങ്കിലും പൂര ദിവസത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത് തീർച്ചയായിട്ടും കണിമംഗലത്തിന്റെ വരവോടുകൂടിയാണ്. അതിനായിട്ടുള്ള കാത്തിരിപ്പ്. ശാസ്താവ് എന്ന് പറയുന്നത് ഈ പൂരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ക്ഷേത്രപാലന്റെ പ്രതിഷ്ഠയുണ്ട്. അതിന് സമാനമായി ഈ പൂരത്തിന്റെ സംരക്ഷകൻ, ഈ പൂരത്തിനെ സർവക്ഷേമങ്ങളും നോക്കുന്ന ഉടലാർന്ന തിരുസ്വരൂപം എന്ന വിധത്തിൽ കണിമംഗല ശാസ്താവ് എഴുന്നള്ളുന്നു. തീർച്ചയായിട്ടും, അതായത് ഓരോ ദേശത്തിനും ഒരു ഭഗവതി, ഒരു ശാസ്താവ്, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അതായത് രക്ഷക സങ്കല്പം തന്നെയാണ് തീർച്ചയായിട്ടും ശാസ്താവിനെ സംബന്ധിച്ചുള്ളത്. ഈ പൂരത്തിന് 2 ശാസ്താക്കന്മാരാണുള്ളത്, കണിമംഗലവും പനമുക്കമ്പള്ളിയും. ഈ 2 ശാസ്താക്കന്മാരാണ് പൂരത്തിന്റെ സംരക്ഷകർ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ദേവഗുരു സങ്കല്പമാണ് ബൃഹസ്പതി. തെക്കേ ഗോപുരം വഴി അകത്ത് കയറുന്ന ഒരേ ഒരു ദേവത അത് കണിമംഗലം ശാസ്താവാണ്. അതോടൊപ്പം വടക്കുന്നാഥനെ നമ്മളെല്ലാവരും വളരെ കാൽപ്പനികമായിട്ട് പറയാറുണ്ട്, വടക്കുന്നാഥനെ വണങ്ങി ഭഗവതിമാർ കിഴക്കേ ഗോപുരം കടന്നിങ്ങോട്ട് വരുന്നു. പക്ഷേ കണിമംഗലം ശാസ്താവ് ഇല്ല, ദേവഗുരു. അങ്ങനെ ഒട്ടേറെ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ ഇതൊക്കെ ഇഴപിരിഞ്ഞു കിടക്കുന്നതാണ് തൃശ്ശൂർ പൂരം. ശ്രീധര, ഈ പൂരത്തിന് ഐതിഹ്യങ്ങൾ ഒരുപാടാണ്. ഐതിഹ്യങ്ങളുടെ അടരടരായി നിൽക്കുന്ന ഒന്നാണ് സ്വാഭാവികമായും തൃശ്ശൂർ പൂരം. കേരളത്തിന്റെ ഓരോ ദേശപൂരത്തിനും ദേശോത്സവത്തിനും അതുണ്ട്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ശക്തൻ തമ്പുരാൻ തുടങ്ങിയതിന് ശേഷമുള്ള 230 കൊല്ലമായി ഈ വടക്കുന്നാഥന്റെ സന്നിധിയിൽ അതുണ്ട്. പക്ഷെ അതിനു മുൻപ് ഗോവർദ്ധനഗിരി കൊടയായി ചൂടിയ ആ ഗോപാലബാലനെ കാണണം എന്ന് പാർവതീദേവി വടക്കുന്നാഥനോട്, മഹേശ്വരനോട് പറയുമ്പോൾ എങ്കിൽ തിരുവമ്പാടിയിലുള്ള ആ ഉണ്ണിക്കണ്ണൻ വരുന്നു, അത് ദേവിമാരുടെ സാന്നിധ്യത്തിൽ വരുന്നു. അങ്ങനെയാണ് യോഗാതിരിപ്പാടിന്റെ കാലത്ത് പണ്ടത്തെ പൂരം നടന്നിരുന്നത് എന്ന ഒരു സങ്കല്പം കൂടിയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ തൃശ്ശൂർ പട്ടണത്തെ സെറ്റിട്ടുകൊണ്ട് ശക്തൻ തമ്പുരാൻ നടത്തിയ പൂരം, അത് ഈ ഏറ്റവും വലിയ പൂരമായി, മുൻപൊരിക്കലുമില്ലാത്ത, എല്ലാ വർഷവും പറയുന്നതാണ് അഭൂതപൂർവമായ ജനത്തിരക്ക് എന്ന്. ഇത്തവണയും 18 ലക്ഷം ആൾക്കാർ വരുന്നതാണ് മന്ത്രി രാജൻ ഇന്നലെ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കൊല്ലം കൂടും തോറും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകളോട് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ കൂടുതൽ ഈ തൃശ്ശൂർക്കാരെയാണ് കൂടുതലും കാണാറ്. പക്ഷേ മലബാറിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, തിരുവാങ്കൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുക. അതായത് ഓരോ കൊല്ലം കൂടും തോറും തൃശ്ശൂര് ആളുകളുടെ എണ്ണം, പൂരം കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ഇപ്പോ ഒരുപക്ഷെ തൃശ്ശൂർക്കാരാവാനാണ് സാധ്യത. രാവിലെ വന്ന റുട്ടീനാണ് ഞങ്ങളിവിടെ ആലസ്യത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണർവിന്റെ നിമിഷങ്ങളാണ് അവരെ പങ്കുവെക്കാരൻ ആളുകൾ എല്ലാവരും വടക്കുന്നാഥനെ ദർശിക്കാൻ വേണ്ടി ഒഴുകിയെത്തുന്ന സമയമാണ്. പിന്നെ ഘടകപൂരങ്ങളെ കാത്തിങ്ങനെ ആളുകൾ ഇപ്പോഴേ വന്നു തുടങ്ങി. അപ്പോൾ